ഓം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ഗൃഹത്തിന് മംഗളമേകുന്നവൾ. സ്ത്രീയുടെ ഗുണഗണങ്ങളാലാണ് കുടുംബത്തിന് മംഗളം ഭവിക്കുന്നത്. അവൾക്കുണ്ടാകുന്ന സൽപുത്രൻ കുടുംബത്തിന് എല്ലാ പ്രകാരത്തിലും അലങ്കാരമായി ഭവിക്കും. പ്രിയരെ, ഒരു ഗൃഹത്തിന്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞും ആ ഗൃഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞും ഗൃഹത്തിന്റെ സദ്ഗതിക്കായി പ്രവർത്തിക്കുന്നവൾ ഉത്തമയായ ഗൃഹനായികയാണ്. അവളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരിക്കലും വേറിട്ടതായിരിക്കുന്നില്ല. സന്ദർഭത്തിനനുസരിച്ച് മകളായും സഹോദരിയായും മിത്രമായും ഭാര്യയായും അമ്മയായും ഉപദേശകയായും അവൾ ഗൃഹത്തെ നയിക്കുന്നു. അവളുടെ പ്രാർത്ഥനയിലും ധർമാചരണത്തിലും ഗൃഹത്തിന് ചേരാത്തതെല്ലാം ഒഴിഞ്ഞു പോവുകയും ചേരുന്നതെല്ലാം വന്നു ഭവിക്കുകയും ചെയ്യുന്നു. വേനൽക്കാലത്ത് ശൈത്യമായും ശൈത്യകാലത്ത് ഉഷ്ണമായും അവളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. ഭൂമിയിൽ വീഴുന്ന മഴ മണ്ണിലേക്കിറങ്ങി എല്ലാ ജീവജാലങ്ങൾക്കും ജീവജലമായി തീരുന്നതുപോലെ ഉത്തമയായ ഒരു വീട്ടമ്മ ഗൃഹത്തിന്റെ ജീവജലമായിരിക്കുന്നു. ഇങ്ങനെ കുടുംബത്തിന്റെ മംഗളത്തെയും വർദ്ധിപ്പിക്കാൻ യത്നിക്കുന്ന ഒരു കുടുംബിനിക്കുണ്ടാകുന്നത് സത്പുത്രന്മാരായിരിക്കും. അവൻ കുടുംബത്തിന് അലങ്കാരവും സദ്ഗുണങ്ങളാൽ കുടുംബത്തെ സേവിക്കുന്നവനുമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഒരു കുടുംബത്തിന്റെ സർവ്വശ്രേയസ്സിനും ആധാരമായിരിക്കുന്ന ധർമ്മനിഷ്ഠയും പാതിവൃത്യശീലയുമായ ഒരു ഗൃഹനായികയാണ് അവളുടെ നിരന്തരമായ സേവനവും പ്രാർത്ഥനയും ധർമ്മബോധവുമാണ് കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും ഉയർച്ചയുമായിരിക്കുന്നത്. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാട്.